ഒന്ന് ചിരിച്ചൂടെ? ചില മക്കളുണ്ട് ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും എന്താ മക്കളെ? അപ്പൊ മക്കള് പറയുടെ വാപ്പ വന്നിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. നീലഗിരിയിൽ ഗൂഡല്ലൂർ ആന ഇറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾ വരെ പൊരിയിൽ വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്ത് വാപ്പയാണ്? ഉള്ളത് തമാശക്കൂടെ കാര്യം പറയാം. ഇതെന്ത് വാപ്പയാണ്? നിങ്ങൾ പറയും, നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി, ഒന്ന് ചിരിച്ചൂടെ എന്ന്. ഭാര്യ മക്കളോടൊരു സന്തോഷം കാണിച്ചൂടെ? റാഹത്ത് കാണിച്ചുകൂടെ? അതോടുകൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യമാരോട് വല്ലാത്ത കടുപ്പം കാണിക്കുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട്, പിണങ്ങി നടക്കുന്നവരുണ്ട്, ഭാര്യയോട് മിണ്ടാത്തവരുണ്ട്. അവന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ ഞാനൊന്ന് ഇവിടെ വാഴ്ന്നു പറയുന്നുണ്ട്. ഞാനതൊന്ന് തുറന്ന് പറയാം. മൈക്ക് ഓഫ് ആക്കണം, സ്ത്രീകൾ കേൾക്കാതിരിക്കാനായിട്ട്. അല്ല, അങ്ങനെ വേണമെങ്കിൽ ഓഫാക്കാം. പിന്നെ നിങ്ങൾ പറയരുത്, വാഴ കഴിഞ്ഞ് പോകുമ്പോ നമ്മളെ ഭാര്യ ചോദിക്കും കേട്ടില്ലേ കണ്ടില്ലേ, അപ്പൊ നിങ്ങൾ ആ കള്ള മൊയിലേരെന്ന് പറഞ്ഞാൽ ഞാൻ പോലും ചെയ്യും. അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. പൊന്നാര അസ്വസ്ഥ നിങ്ങളെ ഇപ്പത്തെ കാലം അങ്ങനെയാണ്. അപ്പൊ ഞാനൊന്ന് പറയാൻ പറയും. മൈക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആയിക്കോളി. ഞാൻ കുറച്ച് കാര്യങ്ങൾ റജബിൽ പറയുന്നുണ്ട്. ബയ്യദ സഹീഫതക സൗദാ ഫീ റജബിൽ ബിസാലിഹിൽ അമരിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൽ ഹറാമുൽ അതാ മിൻ അശ്ഹൂരിൽ ഹുറൂമി ഇദാ ദഅല്ലാഹ ദാഇം ഫീഹി ലം യഖിബി. മഹാന്മാര് പഠിപ്പിച്ചു, മനുഷ്യാ ബയ്യിദ് സ്വഹീഫതക സൗദാ, നിന്റെ കറുത്ത് കിടക്കുന്ന ഏടുകളെ നീ വെളുപ്പിക്കണം. ഫീ റജബിൻ, റജബ് മാസത്തിൽ നിങ്ങൾ വെളുപ്പിക്കണം. ഇത് പറയുന്നത് വലിയ മഹാന്മാരാണ്. യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന മുത്തുകൾ. പറയേണ്ടതില്ലല്ലോ മഹാന്മാർ. അവരാണ് പറയുന്നത്, ഈമാനുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, ബയ്യദ സ്വഹീഫതക സൗദാ ഫീ റജബിൽ, റജബ് മാസത്തിൽ നിങ്ങളുടെ കറുത്ത് കിടക്കുന്ന ഏടുകളെ 15 വയസ്സ് മുതൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, ആരോടൊക്കെയാണ് പിടങ്ങിയത്, അത് കുടുംബമാവട്ടെ, അകന്നവരാവട്ടെ, അടുപ്പമുള്ളവരാവട്ടെ, ആരോട് പിടങ്ങിയോ, ആരെ കരയിപ്പിച്ചുവോ, ആരെ വേദനിപ്പിച്ചുവോ, എല്ലാം ക്രോഡീകരിച്ചു വെച്ച നിങ്ങളുടെ ഗ്രന്ഥമുണ്ട്. അത് കറുത്ത് കിടക്കുകയാണ്. അത് വെളുപ്പിക്കാനുള്ളൊരു മാസം അത് റജബാൻ. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, റജബ് മാസത്തിൽ അതിനെ വെളുപ്പിക്കണം. ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, ആളിക്കത്തുന്ന തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കളയുന്ന നല്ല നല്ല അമലുകളെ കൊണ്ട് നിങ്ങൾ ആ ഏടുകളെ വെളുപ്പിക്കണം. സഹോദരങ്ങളെ, മഹാന്മാർ എഴുതി വെച്ചത് ഞാൻ വായിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, ശഹ്റുൽ ഹറാമുൽ അതാ മിൻ അശ്ഹൂരിൽ ഹുറൂബി ഇദാ ദഅല്ലാഹ ദാഇം ഫീഹി ലം യഖിബി. ഏതെങ്കിലും ഒരു കുട്ടി എന്റെ അനുജ ഈ റജബിലൊന്ന് കൈ നീട്ടിയാൽ ലം യഖിബ്, ആ കൈകൾ ഖൈബാകില്ല. കടമുണ്ടോ, ആ കടമുള്ളവന്റെ കണ്ണുനീർ പടച്ച റബ്ബ് കാണും, പരിഹാരം കാണിച്ചു തരും. ഏത് വിഷമമുള്ളവനാണെങ്കിലും, രോഗമുള്ളവരുണ്ടോ, ഉമ്മാക്ക് രോഗം കൊണ്ട് അലട്ടുന്നവരുണ്ടോ, ഏതോ ആവട്ടെ, ഇദാ ദഅല്ലാഹ ദാഇൻ, ആരാണോ ദുആ ചെയ്യുന്നത്, ലം യഖിബ് ഫീഹി റജബിൽ ലം യഖിബ്, ആ മനുഷ്യൻ ഖൈബാവുകയില്ല. ഇത് മഹാന്മാർ വിവരിച്ചുവെങ്കിൽ എത്ര ബറക്കത്തുള്ളൊരു മാസമാണ് റജബ്. അല്ലാഹു തആല നമുക്ക് എന്തൊരു അനുഗ്രഹമാണ്. ഈ റജബിൽ കൊയ്തെടുക്കണം. പലതും ഞാൻ എന്നോടടക്കം പറയാം, ഈ റജബിൽ നമുക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്.
ഈ റജബിൽ നമുക്ക് ചിലത് അകറ്റാനുണ്ട്, മാപ്പ് കൊടുക്കേണ്ടതുണ്ട്, അഫ്വ് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റമളാന് 3 മാസം അല്ലാഹു നമുക്ക് നൽകുകയാണ്. റജബ്, ശഅബാൻ, റമളാൻ. റമളാനിൽ അവസാനത്തെ 10 കോടാനക്കോടി മനുഷ്യ മക്കളുടെ ദുആയാണ് ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്, നീ അഫ്വ് ചെയ്യുന്നവനാണ്. പടച്ചവനെ എനിക്ക് അഫ്വ് ചെയ്യണം. ഇത് പറയുമ്പോ നമുക്ക് ചില ആളുകൾക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? വാശിയുള്ള കുറെ ആളുകളുണ്ട്. ഇവിടെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ചില മുഖമൊക്കെ കണ്ടുണ്ട് തോന്നുന്നു എനിക്ക്. ചെറിയ തോന്നുക നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ വാശി ഉണ്ട് എന്നൊക്കെ ഒരു തോന്നല് ആരോടും വേണ്ട. ഇപ്പൊ ഞാൻ വ്യക്തിപരമായി ഏതെങ്കിലും മനുഷ്യനോട് റജബിൽ ഒരു വെറുപ്പോ, ഞാൻ കാരണമായി ഒരാൾ കരയുകയോ ഒരാൾ വിഷമിക്കുകയോ ചെയ്താൽ 10 ഇരട്ടി ഞാൻ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ 10 ഇരട്ടി റജബാണ് പ്രത്യേകിച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ നമ്മൾ കരയിപ്പിക്കരുത്. വ്യക്തിപരമായി ഒരൊറ്റ മനുഷ്യനെ വെറുക്കരുത്, ഒരാളോടും പിണങ്ങും ചെയ്യരുത്, ഒരാളെയും വിഷമിപ്പിക്കും ചെയ്യരുത്. അഥവാ വിഷമിപ്പിച്ചാൽ ചിലപ്പോ നമ്മൾ അടുത്ത് വന്ന് കണ്ണീരൊടുക്കാനുള്ള ആദ്യത്തെ വ്യക്തി അവരായിരിക്കും. എൻ്റെ ഓർമ്മയിൽ ഒരു മുതലാളിയുണ്ട്, ഒരു സമ്പന്നനാണ്. അയാളുടെ അയൽപ്പക്കത്തെ വീട് ഒരു കൊച്ചു ഓടിട്ട വീടാണ്. അവിടെ 10-90 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോ ആശുപത്രി കൊണ്ടുപോകണ ഒരു ഓട്ടം ഇങ്ങോട്ട് വരണല്ലോ വീട്ടുമുറ്റത്തേക്ക്. അതിന് ഇവരുടെ ഔദാര്യം വേണം ഈ മുതലാളിയുടെ. ഇവരെന്ത് ചെയ്തു അറിയോ? മതില് കെട്ടുന്നുണ്ട്, വളച്ച് കെട്ടുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മയുടെ മൂത്ത മകന് ഈ ഹാജിയോട് ചെന്നിട്ട് പറഞ്ഞു, അജരെ, എൻ്റെ ഉമ്മ വയസ്സായിട്ടുണ്ട്, ഇടക്കിടക്ക് ആശുപത്രി കൊണ്ടു, നിങ്ങള് തൽക്കാലം വളക്കാതെ കിട്ടും, ഒരു ഓട്ടങ്ങനെ നിങ്ങളെ, ഞങ്ങൾക്ക് വഴിയില്ല പാവങ്ങളായതുകൊണ്ടാണ്. അപ്പൊ ഉമ്മ മരിക്കണം, ഉമ്മ മരിച്ചിട്ട് ഞാൻ കല്ല് ചുമന്നിട്ടാണെങ്കിൽ ഞാൻ ഈ വളച്ച് ഇത് കെട്ടിത്തരാം, നിങ്ങൾ സ്ഥലം നിങ്ങൾക്ക് തന്നെ. ഉമ്മ മരിക്കണം. ഞാൻ പറഞ്ഞ ആശയം തിരിഞ്ഞ ഇവർ കൂട്ടാക്കിയില്ല, ഇവരെ മതിൽ വളച്ച് കെട്ടി. പിന്നെ ഉമ്മാനെ തോളിൽ ഏറ്റണം റോട്ടിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ ഇയാള് ഈ മനുഷ്യനൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടപ്പോ ഓടി വന്നതും വേണ്ട ഹിദ്മ ചെയ്യുന്നതും ഈ സാധുക്കളാണ്, ഈ പാവങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ അതേപ്പോ പറയുന്നുള്ളൂ, റജബിൽ നമുക്ക് ഒരാളോടൊരു പണക്കുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീട്ടിവെക്കാം. എന്താ നിങ്ങളെ ഹാല്? അജരെ, എന്താ നിങ്ങളെ ഹാല്? നിങ്ങൾ ആരോടെങ്കിലും പടങ്ങിയിട്ടുണ്ടോ അജരെ? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരാളോട് നമുക്കൊരു പണക്കല്ല, ഒരു വാശിയില്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിനില്ല കേട്ടോ. പ്രത്യേകിച്ച് ഭാര്യ മക്കളോട് യഹ്റുമുൽ ഹജ്റു തർഫത ഐൻ, മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയം 1 സെക്കൻഡ് പിണങ്ങുന്നത് ഹറാമാണ്. ഇത് മഹാന്മാർ എഴുതി വെച്ചതാ. ഞാൻ എൻ്റെ ജ്യേഷ്ഠനോടൊരു മിനിറ്റ് പിണങ്ങിയാൽ എനിക്ക് നഷ്ടപ്പെടുന്ന നന്മകളൊന്ന് ചോദിച്ചു നോക്കി, ഉസ്താദുമാരോട് ചോദിക്കും. അതിൻ്റെ നഷ്ടം എത്രയാണ്? എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഉപ്പയുടെ സ്ഥാനത്താണ്, എൻ്റെ അനുജൻ എൻ്റെ മക്കളുടെ സ്ഥാനത്തുമാണ്. പിണങ്ങിയാൽ മരിക്കണ്ട ദുനിയാവിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, വിഷമങ്ങൾ പറയാൻ വയ്യ. ഇത് പറഞ്ഞ ചിലപ്പോ ദഹിക്കൂല, അല്ലെങ്കിൽ വേറെ ഭാഷയാണ്. റജബിലൊന്ന് അഫ്വ് ചെയ്തൂടെ, മാപ്പ് കൊടുത്തൂടെ? പടച്ച റബ്ബ് അഫ്വാണ്, നമുക്ക് എന്തേ അഫ്വ് ചെയ്ത് കൊടുത്താൽ? നമ്മുടെ ഭാര്യ മക്കളോട് അത്രയും പറ്റില്ല. ഞാൻ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഭാര്യ മക്കളോട് തീരെയും ഒരു പിണക്കോ കാര്യമുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതേ സ്ഥാനത്ത് റാഹത്തുണ്ടോ? നസലത്ത് ബിഹിമുർ റഹ്മ, അല്ലാഹു നല്ല റഹ്മത്ത് അവർക്ക് ചൊരിച്ചു കൊടുക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറയുന്നത്, ഈ റജബിൽ നമുക്കൊരു നല്ല സന്തോഷം. മഹ്ലറയുടെ മജ്ലിസിൽ, മഹാന്മാരെ സ്മരിച്ചൊരു മജ്ലിസിൽ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹ്, അജ്മീർ പാപ്പ വലിയൊരു മഹാനാണ്. അജ്മീർ പാപ്പയെ സ്മരിക്കുന്ന മജ്ലിസ് കൂടിയാണ്.
ലോകത്ത് 24 മണിക്കൂറും ചലനമുള്ള, ഹറക്കത്തുള്ള, എപ്പോഴും ഓത്തും പാട്ടും നിസ്കാരവും അതുമായി ശുഗലാകുന്ന കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് അജ്മീർ. നിങ്ങൾ അജ്മീർ പോയി നോക്കി, 24 മണിക്കൂർ. എല്ലാം മിക്ക ഹറമൈന് കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും പരിധിയുണ്ട്. പക്ഷെ അജ്മീറിൽ 24 മണിക്കൂർ അങ്ങനെയാണ്. വല്ലാത്തൊരു കേന്ദ്രമാണ്. ചില ആളുകൾ അവിടെ കുടിക്കാൻ ഈമാനിന്റെ പ്രഫലിപ്പിക്കുന്നവർക്ക് വെള്ളം തടഞ്ഞപ്പോ, നമുക്കൊക്കെ അറിയാം അജ്മീറിൽ പോയ ഹാജിമാരുണ്ട്. ആ സ്ഥലത്ത് ആ വെള്ളം, ഒരു പിടി വെള്ളം എടുത്ത് നീണ്ടൊരു ചരിത്രം. ഞാൻ അങ്ങോട്ട് പോകല്ല. നേരം വെളുത്ത് നോക്കുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളമില്ല കുളത്തിൽ, തടാകത്തിൽ. എന്താ അതിന്റെ പേരറിയോ? അനാസാഗരൻ. നിങ്ങൾക്ക് പോലില്ല തോന്നില്ലേ അജ്മീറില്? അല്ലോ പോണട്ടാ. അപ്പൊ ഞാൻ പറയുന്നതേ, തരിച്ചു പോയില്ലേ, എന്നിട്ട് വീണ്ടും തിരിച്ച് അത്ഭുതം സൃഷ്ടിച്ചു പോയ മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ പാപ്പയുടെ മജ്ലിസ് കൂടിയാണ്. അപ്പോ ഈ മജ്ലിസിൽ വെച്ച് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളോടൊരു വെറുപ്പില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ കൽബ് വൃത്തിയാക്കി തരട്ടെ. ആമീൻ പറയുന്ന അള്ളാഹ് വൃത്തിയാക്കി തരട്ടെ. വേറെ ഒന്നുമില്ല. സംഭവിച്ചാലൊക്കെ പോയി, സംഭവിച്ചാൽ കഴിഞ്ഞു, ഒന്ന് വീണാൽ കഴിഞ്ഞു. ആ നിലക്ക് ഞാൻ നിങ്ങളോടൊന്ന് തുറന്നു പറയുന്നു, ഇവിടെ ബദരീങ്ങളുടെ സ്മരിക്കുന്ന മജ്ലിസും ഹബീബായ നബിത്തങ്ങളെ മദ്ഹ് ചൊല്ലിയ മജ്ലിസ്. ഈ മജ്ലിസിൽ ഞാൻ എൻ്റെ ഉമ്മബങ്ങന്മാരോട്, ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ഇപ്പോ ചാടിപ്പോക്കുകളും പറഞ്ഞു, പിണക്കങ്ങളുടെ ചില ഭാഗങ്ങളും പറഞ്ഞു, അപ്പുറത്ത് രോഗത്തിന്റെ, അത് വല്ലാതെ പറഞ്ഞില്ല, രോഗത്തിന്റെ ചില ഭാഗങ്ങളും പറഞ്ഞു. പക്ഷേ ഇസ്ലാമിൽ പരിഹാര വഴികളുണ്ട്, അല്ലേ? എല്ലാത്തിനും വഴികളുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോഴും 24 മണിക്കൂർ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക. നിങ്ങൾ ആലോചിച്ചു നോക്കി, കടം എന്ന് പറയുമ്പോ അള്ളാഹു കാക്കട്ടെ, നിങ്ങൾ ആമീൻ പൊന്തിണില്ല, അള്ളാഹ് കാക്കട്ടെ. കടം അതൊരു വല്ലാത്ത വിഷയമാണ്. ഏത് കാലത്തെ പറയുന്നവരെ നിങ്ങള് കടം വാങ്ങാൻ ഒരു പേടിയില്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നടക്കാൻ അത്രയും പേടിയില്ല, അവധി എത്തിക്കഴിഞ്ഞ ഫോൺ ഓഫാക്കാൻ തീരെയും പേടിയില്ല. ഇവിടെ അല്ലട്ടോ, വയനാട് വിടൂല, ഫോൺ ഓഫാക്കി നടക്കാൻ തീരെയും പേടിയില്ല. വല്ലാത്തൊരവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ മൂക്ക് കീപ്പെട്ടുള്ളവർക്കൊക്കെ പൈസ കൊടുക്കാണ്ട്, അപ്പൊ ഇവനിങ്ങനെ ഒരു അടിപൊളി കാറൊക്കെ, അപ്പൊ എന്തെങ്കിലും കടക്കെ വീടി വെച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പറയാ, അല്ല ഉസ്താദ്, ഇതുപോലത്തെ ഒരു കാറുണ്ടെങ്കിലേ 5ഉം 10ഒക്കെ ചോദിച്ചാൽ കിട്ടുള്ള കടന്ന്. നിങ്ങൾ ആലോചിച്ചോക്കി, ഇതാണ് സമാന്. ഇത് മുബാരത്തല്ല, ഉസ്താദ്മാരെ കീർത്തി, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. അപ്പോ ഇതാണ് സമൂഹം. ആരാന്റെ കയ്യിലെ കാശുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരുടെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് ബിസിനസ് തുടങ്ങാം. പൊരിക്കൂല റബ്ബ്. ആരാണ് കരകയരുത്? നിങ്ങൾ പറയും. മറ്റൊരാളെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് മറ്റുള്ളവരെ ഇടങ്ങാറാക്കിയിട്ട് സുഖിച്ചു നടക്കുന്ന ഈ സമ്പന്നരെ, ഈ കച്ചവടക്കാരെ എവിടെയാണുള്ള രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയും. ഇത് ഉസ്താദുമാര് വേദിയിലുണ്ട്, പരിചയ ചങ്ങന്മാരാണ് ഇരിക്കുന്നത്. നമ്മുടെ ഉസ്താദ് അതിനെപ്പോഴാണ് നോക്കി നിങ്ങളെ കെട്ട്, അത് നമ്മളൊരു മൊയ്ബാണത്, മുണ്ടാതിരിക്കണോ കളി. അപ്പോ ഞാൻ പറയുന്നത്, ഇത് വല്ലാത്തൊരു വിഷയ. മറ്റുള്ളവരുടെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് ഉഷാറായി നടക്കുക എന്ന് പറഞ്ഞ, നെളിഞ്ഞു നടക്കുക എന്നൊക്കെ പറയില്ലേ. ഇന്ന അഅ്ളമദ്ദുനൂബി ഇൻദല്ലാഹ് അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനുൻ. അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമാണ്. റജബിന് നമ്മളൊന്ന്, ഞാൻ കടമുള്ളവരുണ്ടാവും, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല കേട്ടോ, വേദനിപ്പിക്കാനല്ല. കുടുങ്ങിയൊരുത്തൻ കടം വാങ്ങി കുടുങ്ങിയവനെ സഹായിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതല്ല ഈ പറയുന്നത്. ഒരു പേടിയില്ലാതെ കടം വാങ്ങുന്ന ആളുകള്, കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഓതിപ്പടിച്ച ഒരു മുതഅല്ലിം ലോകത്തോട് വിട പറഞ്ഞപ്പോ സ്വഹാബികളെല്ലാവരും സ്വഫ് കെട്ടി നിൽക്കുകയാണ്. മയ്യിത്തിന് നേതൃത്വം നൽകേണ്ട റസൂലുള്ള വരുന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, അവിടുത്തെ ഒരു കുട്ടിയല്ലേ മരിച്ചു കിടക്കുന്നത്, അങ്ങെന്താണ് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വരാത്തത്? റസൂലുള്ള പറഞ്ഞു, സ്വഹാബികളോട്, ആ മരിച്ചു കിടക്കുന്നവന് കടമുണ്ട്, കടത്തോടുകൂടെ മരിക്കുന്നവന് വല്ലാത്ത ശിക്ഷയാണ്, നിങ്ങളൊക്കെ കൂടി നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കാനില്ല. ഉടനെ ആ കൂട്ടത്തിൽ കഴിവുള്ളൊരു സ്വഹാബി മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ഞങ്ങളുടെ കൂട്ടുകാരൻ, എത്ര കടമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാം. മരണപ്പെട്ടല്ലോ, ഞങ്ങൾ ഏറ്റെടുക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റെടുക്കലല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിലുണ്ട്, വാപ്പ മരിച്ചിട്ട് ഉസ്താദിന്റെ അരികിൽ പള്ളിയുടെ മിഹ്റാബിന്റെ അരികിൽ ഉപ്പാനെ കൊണ്ടുവന്ന് വെച്ച് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചു, സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ട് എങ്കിൽ ഇന്ന മക്കളുമായി ബന്ധപ്പെടാൻ. ഉസ്താദ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. കൊല്ലം 2 കഴിഞ്ഞിട്ടുണ്ട്. ആ വാപ്പ മരിച്ചിട്ട് കൊല്ലം 2 കഴിഞ്ഞു. കഴിവില്ലാത്ത മക്കളല്ല, പക്ഷെ ഉപ്പാന്റെ കടം വീട്ടിയിട്ടില്ല. ചോദിച്ചപ്പോ ഈ മക്കള് പറഞ്ഞൊരു വാക്കുണ്ട്, ബാപ്പ കുറെ കടമാക്കിയതിന് ഞങ്ങൾ എന്തൊരു തെറ്റാ ചെയ്തത്? എന്റെ അനുജാ, പാവമാണ് നിന്റെ ഉപ്പ, പള്ളിക്കാട്ടിലാണ് ഉപ്പ കിടക്കുന്നത്, എന്നിട്ട് പോലും കാശില്ലെങ്കിൽ പോട്ടെ, കാശുണ്ടായിട്ട് ആ ഉപ്പാന്റെ കടം വീട്ടാതെ നടക്കുന്ന പ്രമാണിമാരുണ്ട്, മാന്യന്മാരായ മക്കളുണ്ട്. മാന്യനാണത്ര അവൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതുപോലെയുള്ള വാഗ്ദത്തമല്ല, ഇത് സ്വഹാബത്താണ് വാഗ്ദത്തം നൽകുന്നത്. യാ റസൂലല്ലാഹ്, എത്ര കടമുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേൽക്കുന്നു, മയ്യിത്ത് നിസ്കരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഹംസത്തുൽ കറാറിനെ പോലെ കരള് പോലും ദീനിന് വേണ്ടി സമർപ്പിച്ച് സുമ്മ ആശാ സുമ്മ കുത്തില, സുമ്മ ആശാ സുമ്മ കുത്തില, 7 പ്രാവശ്യത്തോളം ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു. ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, കടമുണ്ടോ? പ്രയാസമാണ്. ഒരു ഷഹീദായ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമുണ്ട് എങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാണ് ഈ റജബിൽ ഈ ഉസ്താദുമാരെ എൻ്റെ ഈ പൊന്നു മക്കളെ ഇരുത്തിയിട്ട്? ഇവരാണ് ആഖിറത്തിലേക്കുള്ള മക്കൾ. ഈ മക്കളെ ഇരുത്തി എന്തിനാണ് നാട്ടുകാരെ? ഞാനൊരു പുറമക്കാരനായി ഇവിടെ കാണില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അയൽപ്പക്കക്കാരാണ്. ഈ ദർസിന്റെ ഒരു അംഗമാണ്, ഈ ദർസിന്റെ ഒരു മുഹിബ്ബാണ് വിനീതൻ. ആ നിലക്ക് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ചോദിക്കുന്നത്, ഈ റജബിൽ നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, കടമുള്ളൊരു സഹോദരനെ വേദനിപ്പിക്കാനല്ല. പക്ഷേ എൻ്റെ അനുജാ, ഈ ഇന്നോ നാളെയോ നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ നമ്മുടെ തറവാട്ടിൽ കടം വീട്ടാൻ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ധീരിന്റെ പടയാളികളെ? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഉറച്ചു നടക്കുന്നു. ഒരു മനുഷ്യന് ഭൂമിയിൽ വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് ഒരു 10 പൈസ കടം കൊടുക്കാനില്ല. സ്ഥാപനപരമായൊക്കെ ഉണ്ടാവും, വ്യക്തിപരമായ ഒരു 10 പൈസ കടം കൊടുക്കാനില്ല. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, അഥവാ അതിന് കാരണമുണ്ട്, ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു, എൻ്റെ വാഹനം ഒന്ന് മറിഞ്ഞു, അന്ന് അല്പം കടമുണ്ടായിരുന്നു, അന്നത്തെ മനസ്സിലെ വേദന, അഥവാ കണ്ണടഞ്ഞുവെങ്കിൽ ഈ കടം ആര് വിട്ടു? അന്ന് പ്രതിജ്ഞെടുത്തതാണ്. ഞാൻ ഉസ്താദുമാരെത്തി പറയുന്നു, ജ്യേഷ്ഠാനുജന്മാരെ, അഥവാ കടം വെച്ചിട്ട് ശൈഖുന കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ഒരാള് കുണ്ടൂർ അവിടെ സ്ഥാപനത്തിൽ ഒരാളെ കണ്ടു,
അപ്പൊ എന്തേ പോകാത്തത്? വീട്ടിലേക്ക് ബസ്സിന് പൈസ അല്ല. അപ്പൊ എത്ര റുപ്യ വേണം? 5 റുപ്യ വേണം. 10-30 കൊല്ലം മുമ്പുള്ള കഥയാണ്. 5 റുപ്യ ഒരു ഹാജിയുടെ അരികിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. കുണ്ടൂർ ഉസ്താദ് പിന്നെ ഉറങ്ങുന്നില്ല. രാത്രി 12-1 മണിയായപ്പോ ബേജാറ്, ഒരു വിഷമം. മക്കള് ചോദിച്ചു, ഉപ്പ എന്താ ഉറങ്ങാത്തത്? ഞാനൊരാൾക്ക് 5 റുപ്യ കൊടുക്കാണ്ട്, കടം വെച്ച് ഉറങ്ങാൻ കഴിയോ? അപ്പൊ മക്കൾ 5 റുപ്യ കൊടുത്തു. അപ്പൊ ഉസ്താദ്, നമുക്കിത് ആചാര്യർക്ക് കൊണ്ടേ കൊടുത്തിട്ട് വരിക, പകല് പണിയൊന്നുമില്ലല്ലോ, രാവിലെ ഉറങ്ങാ. സഹോദരങ്ങളെ അവിടെ പോയി അവരെ വിളിച്ചുണർത്താൻ പറ്റൂല്ലോ. എന്നാ ഇവിടെ ഇരിക്കുക, സുബീക്ക് ഒരു എഴുന്നേറ്റ് ഇവർക്ക് കൊടുത്തിട്ട് നമുക്ക് പോകാം. ഈ കുണ്ടൂർ ഉസ്താദിന്റെ മക്കളാണ് നമ്മൾ. കടം ഒരു പ്രശ്നമാണ്. ഞാനത് തുറന്ന് ഇന്നൊരു പേടിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, കടം ഒരു വിഷയമാണ്. പക്ഷേ റജബ് മാസത്തിൽ കടമുള്ളവരുടെ മനസ്സ് പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പരിഹാരം കാണാനാണ്. കടമുണ്ടോ? തമസ്സക് ബിൽ നബിയ്യി വകുല്ലു സഅബിൽ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി. പിടിച്ചോളൂ ചെറുപ്പക്കാരെ, തമസ്സക്, അഷ്റഫുൽ ഖൽഖിനെ നിങ്ങൾ പിടിച്ചോളൂ. അല്ലാഹു തആല നമുക്ക് നൽകിയ റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നും ഇവിടെ ബദരീങ്ങളെ സ്മരിച്ചു. 300-ൽ പരം വരുന്ന ബദരീങ്ങളെയും ഈ പൊന്നുമക്കൾ ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ ബദരീങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വലിയ മഹത്വമുള്ളവരാണ്. എന്താ കാരണം? അവരുടെ ഖൽബിൽ ചൊല്ലടേ മക്കളെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയിരക്കണക്കായ ആളുകൾ ആയുധം പിടിച്ചു നിൽക്കുമ്പോ 300-ൽ പരം വരുന്ന സ്വഹാബികൾ, അതും വിശുദ്ധ റമളാനിൽ 300-ൽ പരം വരുന്ന സ്വഹാബികൾ, അവർക്ക് പന്തലുണ്ട് ആയിരങ്ങൾക്ക്. ഇവിടെ ഒന്നുമില്ല. ആ നട്ടുച്ച സമയം എന്ന് പറയില്ലേ, മുത്തുനബി തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? അവര് ഇന്ന് ഉംറക്ക് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇന്ന് അവിടെ പ്രധാനപ്പെട്ട ബദറിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിന്നിരുന്ന സ്ഥലത്താണ് 300-ൽ പരം സ്വഹാബികൾ തിങ്ങി നിന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? അവിടുന്ന് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കയ്യിലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ത യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. നമ്മളൊക്കെ ഇന്ന് മഹദറ ചൊല്ലിയപ്പോ അല്ലാഹ് അവിടുന്ന് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞു അല്ലേ? പിന്നെ രണ്ടാമത്തത് സിദ്ദീഖുൽ അക്ബർ, മൂന്നാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ്, 4 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളുടെ പേര് റസൂലുള്ളാഹിനെ കൂട്ടിയിട്ട്. സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഏത് ബദർ മൗലിദിലും മഹ്ലറിൽ നോക്കിയാലും 4-ാമത്തെ പേര് ഉസ്മാൻ തങ്ങളുടെ പേരാണ്. പക്ഷേ ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ബദരീങ്ങൾപ്പെട്ട മഹാനാണ്. കാരണം എല്ലാവരും മദീനയിൽ വെച്ച് ബദറിലേക്ക് പോകാൻ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൽപ്പന വന്നപ്പോ ഒരുങ്ങി പുറപ്പെട്ടു, നടക്കുന്നു. ഉസ്മാൻ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. കാരണം ദുന്നൂറൈൻ, എന്റെ അനുജാ, 2 നൂറിന്റെ ഉടമ നബി തങ്ങളുടെ ഒരു മോളെ കെട്ടിച്ചു കൊടുത്തു. ആ മോള് വഫാത്തായപ്പോൾ 2-ാമത്തെ മോളെയും റസൂലുള്ളാഹി ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ദുന്നൂറൈൻ, എന്ത് വലിയ ഭാഗ്യവാനാണ്. അവിടുന്ന് റുഖിയ്യ ബീവി എന്ന പൊന്നുമകൾ ബദറിലേക്ക് പോകുമ്പോ സുഖമില്ലാതെ കിടക്കുകയാണ്. പടച്ചവരെ, റസൂലുള്ള ബദറിലേക്ക് പോകാൻ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു. ഞാൻ ബദറിലേക്ക് പോകണോ അതോ റുഖിയ്യ എന്ന നബിത്തങ്ങളുടെ മോളെ നോക്കിയിരിക്കണോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വരവ് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ കണ്ണീരൊടുക്കുന്നു. യാ ഉസ്മാൻ, ഉസ്മാനെ, നിങ്ങൾ എന്റെ മോളെ നോക്കിയിരുന്നോളൂ, ഞങ്ങള് പോയിട്ട് വരാം. മനസ്സോക്കിങ്ങള്, വേറൊന്നുമില്ല. അവിടെ നോക്കിയിരുന്നു. ഉസ്മാൻ തങ്ങള് ബദറിലേക്ക് പോയില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങിയപ്പോഴേക്കും മഹദി അവറുകൾ വഫാത്തായിട്ടുണ്ട്. അവിടുന്ന് കണ്ണീരൊടുക്കുമ്പോ നബിത്തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ, അന്ത മിൻ അഹ്ലി ബദർ, അന്ത മിൻ അഹ്ലി ബദർ, നിങ്ങൾ ബദരീങ്ങൾപ്പെട്ടവരാണ്. ആ പേര് ഇന്ന് കോടാനക്കോടി മനുഷ്യ മക്കൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
നമ്മള് ബദരീങ്ങളുടെ പേരിങ്ങനെ എണ്ണുമ്പോ ഒന്നാമത്തെ റസൂലുള്ളാഹിനെ മാറ്റിവെച്ചാൽ അബൂബക്കർ സിദ്ദീഖ്. ചെല്ലു മക്കളെ, ഉറക്കെ ചെല്ലും. അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ തുടങ്ങി 300-ൽ പരാളെടുത്ത് നോക്കി നിങ്ങൾ. ഞാൻ ഉസ്താദ്മാരിരുത്തി പറയല്ലേ, പ്രത്യേകിച്ച് സാജു ഉസ്താദിരുത്തി അങ്ങോട്ട് പറയാം. നിങ്ങൾ ഈ 300-ൽ പരാളുകളുടെ ചരിത്രം എടുത്ത് നോക്കി. അവരുടെ മഹത്ത്, അവരുടെ ഖൽബിൽ റസൂലുള്ളാഹ്. അതാണ് ബദരീങ്ങൾ. 1 തൊട്ട് ഏത് മഹാൻ എടുത്തു നോക്കി നിങ്ങൾ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഇരിക്കെ ഒരു നിർണായക ഘട്ടം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കമുള്ളവരുണ്ട്. ഉമറേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചോദിച്ചോളൂ. നിങ്ങള് അങ്ങനെയൊക്കെ എങ്ങാനും ഒരു മഹാൻ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? അജരെ ഒന്ന് മൂളി അജരെ, നിങ്ങൾ എന്തൊരു ഒരു ക്ഷീണമുള്ളവല. നിങ്ങൾ ഭാര്യയെ തല്ലേറട്ടുണ്ട? ഇല്ലല്ല, ഞാൻ ലാസ്റ്റ് പറയൊരു 10 മിനിറ്റ് കേട്ടാ. അത് പാവാണ്. ഞാൻ പറയുന്നതേ നോക്കി, ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഇരിക്കുന്ന വേളയിൽ നബിത്തങ്ങൾ ചോദിച്ചു, ഉമറേ, ഉസ്മാൻ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളടക്കമുള്ള ഒരുപാട് മഹാന്മാരോട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ ചിലത് പറഞ്ഞു. എനിക്ക് ദീൻ്റെ ഒരു ഖാദിമാവണം. ഉസ്മാൻ തങ്ങൾ പറയും, ഇത്ആമു ത്വാം, കുറേ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അത് വല്ലാത്ത സംഭവമാണ്. ഒരുപാട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. എല്ലാവരും ഉറ്റുനോക്കുന്ന സിദ്ദീഖുൽ അക്ബർ എന്ത് പറയുന്ന, സിദ്ദീഖ് തങ്ങൾ എന്ത് പറയുന്ന. അവസാനം റസൂലുള്ളാഹി ചോദിക്കുന്നു, അല്ലയോ സിദ്ദീഖ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സിദ്ദീഖേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി 100 കണക്കിന് മഹാന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. ജീവിതകാലം മുഴുവനും അവിടുത്തെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ കഴിയണം. സിദ്ദീഖേ, രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്. ഇവിടെയും ആഖിറത്തിലും അവിടുത്തെ പരിസരത്ത് അങ്ങനെ ഇരിക്കാനുള്ള തൗഫീഖ് കിട്ടണം. ആ സമയം മുത്തുനബി തങ്ങൾ ചോദിച്ചു, എന്റെ സിദ്ദീഖേ, മൂന്നാമത്തെ ആഗ്രഹം എന്താണ്? ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു പോയി, വഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു തആല എനിക്ക് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്നേഹം കിട്ടാനുള്ള വഴി ഉണ്ടാക്കണം, അതിന് വേണ്ടി നൽകണം. വേറൊരാഗ്രഹം എനിക്കില്ല നബിയേ. വസാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈകും മാജറൽ ഖലമൂ. വെറുതെയല്ലോ ഹറമിൽ മദീനയുടെ മണ്ണിൽ ഇത് കുറിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബദരീങ്ങളുടെ കൂട്ടത്തിൽ നബിത്തങ്ങളെ മാറ്റി വെച്ചാൽ ഒന്നാമത്തെ മുത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഒരു മഹബത്താ പറയുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞു, ഈമാനിന്റെ വെളിച്ചം കിട്ടി. അതിനുശേഷം എല്ലാവരും സന്തോഷിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് സമയം വൈകിയോ? നമുക്കൊരു 9:30 പോയിക്കൂടെ? ഞാൻ നേരത്തെ നിർത്തും. ഇവിടെ തണുപ്പാണെന്നുള്ളൊരു വാണിംഗ് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഇവിടെ നീട്ടൂല. സഹോദരിമാരൊക്കെ ഉണ്ട്. എനിക്ക് തിരക്കൊന്നുമില്ല കേട്ടാ, ഒരു തിരക്കുമില്ല. നേരം പോലത്തെ ദർശനം ഇങ്ങനെ എത്ര എന്നുള്ളൊരു ചെറിയ ചിന്തയാണ്. വേറെ ഇപ്പം എന്താ, അവിടെ 1 മണിക്കൂർ ഓടാനുള്ളൂ, 1 മണിക്കൂർ ഓടാനുള്ളൂ. അപ്പോ ഞാനിവിടെ, നിങ്ങൾ ബേജാറാവും വേണ്ട, ഇയാളിപ്പോ അങ്ങനെ വേണ്ട, ഇവിടെ പെട്ടെന്ന് നിർത്തി. നിങ്ങൾ അതും നോക്കണ്ട. ഇയാളിപ്പോ തിരക്കില്ലാതെ ഒരു ഉടുക്കൈ കൊണ്ടുപോകണം, അങ്ങനെ പേടിക്കണ്ട, ചടപ്പിക്കൂല എന്തായാലും. ഞാൻ പെട്ടെന്ന് നിർത്തും. ഞാൻ പറയുന്നതേ, ബദർ യുദ്ധം കഴിഞ്ഞു, എല്ലാവർക്കും വലിയ സന്തോഷം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുന്നത് കണ്ടു. സിദ്ദീഖേ, കരയേണ്ട സമയത്ത് കരയണം. ഇപ്പൊ സന്തോഷിക്കണ്ട കേട്ടോ, അള്ളാഹു നമുക്ക് ഫത്ഹ് നൽകി ബദറിൽ. ഇപ്പൊ കരയേണ്ട സമയമല്ല.
സിദ്ദീഖുകൾ ഒന്നും കൂടെ കരഞ്ഞു. റസൂലുള്ളാഹിന്റെ എല്ലാം അല്ലേ, ഒന്നും കൂടെ കരഞ്ഞു. കരഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സിദ്ദീഖേ മാ അബ്കാക് ഔ മാ യുബ്കീക്, എന്തിനാണ് സിദ്ദീഖേ കരഞ്ഞു പോയത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് അവിടുത്തെ മനസ്സദാ എന്റെ അനുജന്മാരെ സിദ്ദീഖ് തങ്ങൾ തുറക്കുന്നു. ഓ നബിയേ, എനിക്കുമുണ്ടല്ലോ ഒരാഗ്രഹം, എനിക്കുമുണ്ടല്ലോ ഒരാഗ്രഹം. അല്ലാഹു തആല എനിക്കും മക്കളെ നൽകിയിട്ടുണ്ട്. എൻ്റെ അബ്ദുറഹ്മാൻ എന്ന മകന് ഇപ്പോഴും പടച്ച റബ്ബ് ഈമാനിന്റെ വെളിച്ചം കൊടുത്തിട്ടില്ലല്ലോ. എൻ്റെ മക്കൾക്കൊക്കെ ഈമാനിന്റെ വെളിച്ചം കിട്ടി. എൻ്റെ കുട്ടികൾ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നത് കാണാൻ. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ പലതുമുണ്ട്. ഏത് മുസ്ലിയാരാവട്ടെ, സയ്യിദാവട്ടെ, ഹാജിമാരാവട്ടെ, കഅബാലയത്തിന്റെ ഖില്ല പിടിക്കാൻ അവസരം ലഭിച്ച ഹജ്ജുമ്മയാണെങ്കിലും അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി, അല്ലാഹു നമുക്ക് തന്ന മക്കളാണ്. ആ മക്കളാണ് സമ്പാദ്യം, അവരാണ് സ്വർഗത്തിലേക്കുള്ള മുത്തുകൾ, അവരാണ് പള്ളിക്കാട്ടിലേക്കുള്ള നിഅമത്തുകൾ. യാ റസൂലല്ലാഹ്, എൻ്റെ മകന് ആയിഷ ബീവിയുടെ ആങ്ങളയാണ് അബ്ദുറഹ്മാൻ എന്ന എൻ്റെ മകന് ഇപ്പോഴും ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ലല്ലോ. അതോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. സിദ്ദീഖേ, അവിടുന്ന് കരയരുത്. അബ്ദുറഹ്മാൻ നമ്മുടെ കുട്ടിയാണ്, അബ്ദുറഹ്മാൻ നമ്മുടെ അരികിലേക്ക് വരും. റസൂലുള്ളാഹിയല്ലേ പറയുന്നത്, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ചെല്ലിയ ബീവികളെ